എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാനൊരു മുസൽമാനല്ല, ഞാനൊരു ഹൈന്ദവനുമല്ല. എന്തുകൊണ്ട് ആദ്യമേ ഇത് പറയുമെന്ന് ചോദിച്ചാൽ, ഞാൻ അതുമായി വിഷയത്തിൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കറിയാം, 72ാമത്തെ ദിവസം ഷിരൂരിൽ അർജുനനെ കാണാതായി വിതുമ്പലോടെ കരച്ചിലോടുകൂടെ അതിദുഃഖമായി നഷ്ടബോധത്തോടെ ഇരിക്കുന്നൊരു ഭവനം. എങ്ങനെയെങ്കിലും ജീവനോടെ തിരിച്ചു വരണമെന്ന് മലയാളി സമൂഹവും ആ കുടുംബവും പ്രിയപ്പെട്ടവരൊക്കെയും അതിയായി ശക്തമായി ആഗ്രഹിച്ചു. നിർഭാഗ്യവശാൽ നടന്നില്ല. ഇന്നലെ 72ാമത്തെ ദിവസം അതിന് മൃതദേഹം കിട്ടി. ഒരു നോക്കിക്കഴിഞ്ഞാൽ അല്പം ആശ്വാസമാണ് ഭവനത്തിന്. വിഷയം ഇതല്ല. ഈ ഇത്ര 72 ദിവസത്തിനിടയ്ക്ക് ഈ അർജുനൻ്റെ തിരോധാനമായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിനകത്ത് ഒത്തിരി യൂട്യൂബ് ചാനലുകൾ ഇത് വെച്ച് ഒത്തിരി മുതലെടുപ്പുണ്ടാക്കി. അതിൽ ഏറ്റവും സങ്കുചിതമായും വിഷമഘട്ടത്തിൻ്റെ രീതിയിലും ഒരു യൂട്യൂബ് ചാനൽ സംസാരിച്ചു. അത് VK ബൈജു എന്ന് പറഞ്ഞപ്പെട്ടവനാണ്. ഇവൻ പറയുന്ന വാർത്തകൾ ഭയങ്കരമായി ജനത്തിനിടയിൽ ഭയങ്കര വേദനയും ഭയങ്കര ചിന്താകുലമായി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. പുള്ളി ഒരു സംഖ്യയാണ്, ക്രിസംഖിലെ സംഖ്യയാണ്, ഒരു RSSകാരനാണ്. അപ്പോൾ മനാഫ് എന്ന് പറയുന്ന പേരാണ് ഇവന് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, അതാ ഞാൻ പറഞ്ഞു, ഞാൻ മുസൽമാനല്ല, ഞാൻ ഹിന്ദുവല്ല. കാര്യം, ഞാൻ മനാഫിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയും മുസൽമാനായതുകൊണ്ടാണ്. അതുകൊണ്ടല്ല. ഈ മനുഷ്യൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ മനാഫിനെ ഭയങ്കരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പുള്ളിക്കാരൻ ഭയങ്കര വിശാല മനസ്സുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇന്നലെ രാത്രി ഇറക്കിയിട്ടുണ്ട്. ആരാ ഈ മനുഷ്യൻ? ഇന്നലെ വരെ ഇവൻ്റെ മാനസികമായ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ വരെ ഒരു ചിന്ത, മനാഫ് കൊള്ളക്കാരൻ, തടിവെട്ടുകാരൻ, തടിക്കൊള്ളക്കാരൻ. ഇത് ചിന്ത ശ്രദ്ധിക്കണമേ. പലപ്പോഴും കാരണത്തിരുന്ന മനാഫിനെ ഭയങ്കരമായി തേജോവധം ചെയ്യുകയായിരുന്നു. പിന്നെ മനാഫ് കർണാടക എന്നുകൊണ്ട് കള്ളക്കടത്തുണ്ടാക്കിയവനാണ്, കള്ളക്കടത്ത് ചെയ്യുവാൻ വേണ്ടി എല്ലാ പദ്ധതിയുള്ളവനാണ്. അത് റിപ്പോർട്ടർ ചാനലിനെ പോലും അതിനെ ഉൾപ്പെടുത്തി. എന്തിനു പറയുന്നു? അതിൽ റിപ്പോർട്ടർ ചാനലിലെ അവതാരകനായ നമ്മുടെ അരുൺകുമാറിനെ പോലും ഇതിൽ ഈ മനുഷ്യൻ ഉൾപ്പെടുത്തുന്നുള്ളതാണ് സത്യം. എന്തുമാത്രം മണ്ടത്തരമാണ് കാണിക്കുന്നത് ചോദിച്ചേ. അരുൺകുമാറിനെ ഉൾപ്പെടുത്തുന്ന കാര്യം, റിപ്പോർട്ടർ ടി വിയിലെ അതിന് മുൻപിൽ നിൽക്കുന്നവരെ ഈ തടിപെട്ട് പ്രശ്നവുമായി ബന്ധമുള്ളവരാണെന്ന് ഉൾപ്പെടുത്തി കാണിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മനാഫിനെ ഇതിൽ കൊണ്ട് കുരുക്കി. എന്ന് പറഞ്ഞാൽ ഈ അർജുനെയും വാഹനത്തെയും മനഃപൂർവ്വമായി ഈ മനാഫ് തകർത്തു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നുള്ള ചിന്തയിലാണ് ഈ RSS സംഘിക്കാരൻ ഈ വാർത്ത പുറപ്പെടുവിച്ചത്. ജനത്തിൻ്റെ ഭയങ്കരമായ ഈ അന്വേഷണത്തെ പോലും വഴിതെറ്റിക്കത്തക്ക രീതിയിൽ ഈ മനുഷ്യൻ ചിന്തിച്ചു എന്നുള്ളതാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്വേഷണം വഴിതെറ്റി എന്ന് പറയാൻ കാര്യം അറിയാമോ? സ്വാഭാവികമായിട്ടും ജനം ചിന്തിക്കും, എന്താ മനോഫാണ് ഈ അർജുൻ്റെ കാണാൻ കണ്ടുപിടിക്കുക തടസ്സമെന്ന് മനുഷ്യ ചിന്തിച്ചു എന്ന് വരാം. ഈ ഇവൻ്റെ ഈ പ്രവണതയെ അവസാനിപ്പിച്ച് മതിയാകത്തുള്ളൂ. ഈ സർക്കാരിനെ പോലും കൂട്ടുപിടിച്ച് സർക്കാരിനെ പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘിക്കാരൻ വാർത്ത ഉണ്ടാക്കി. ഇന്ന് വരെ ഈ സംഘിക്കെതിരെ ഇവനെതിരെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല, ഒരു എതിർപ്പുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ഒരു മനുഷ്യനെതിരെ ഞങ്ങൾ വാക്കുകൾ തൊടുത്തുവിടുമ്പോൾ അത് ആലോചിക്കുക, സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് നമുക്ക് മറ്റുള്ളവർ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. മനാഫ് പറഞ്ഞു കണ്ടോ, ഇന്നെനിക്ക് ഏറ്റവും ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് ചാനലുകൾ വഴി ഭയങ്കരമായി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്കുണ്ടായി. താൻ കരഞ്ഞുപോയെന്ന മനാഫിൻ്റെ വീട്ടിലെ ഭാര്യ, സഹോദരി, മാതാവ് അവർ പറഞ്ഞതറിയണോ? ഞങ്ങളുടെ വീട്ടിലുള്ള ഒരുവനെ പറ്റി ഈ അപഖ്യാതി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടായി. ഇവിടെ അർജുന സഹോദരി പറഞ്ഞത് എന്താണെന്നറിയാവോ? മനാഫിൻ ഇക്കായെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ പല യൂട്യൂബ് ചാനലുകളും ഈ വാർത്ത വെച്ച് റേറ്റുണ്ടാക്കി, പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ഇന്ന് വന്നിരുന്നു കൊണ്ട് അവൻ കരയുകയാണ്, മനാഫിനെ പൊക്കി പറയുകയാണ്. ഇന്നലെ വരെ മനാഫിനെ പറ്റി അധിക്ഷേപിക്കുകയും മനാഫിനെ ഒറ്റപ്പെടുത്തുകയും മനാഫിനെ കുറ്റപ്പെടുത്തുകയും ചെയ്താണ്. ഇതാരെ വെള്ളപൂശുന്നതല്ല, ആരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഒരു വ്യക്തിയെപ്പറ്റി നാം പറയുമ്പോൾ വ്യക്തമായി എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. അപ്പോൾ ഇന്നലെ വരെ മനുഷ്യൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ചില പേപ്പർ രേഖപ്പെടുത്തി യൂട്യൂബ് ചാനലുകളിൽ
ഇത് കണ്ടോ രേഖകൾ, ഇതാണ് രേഖ. അപ്പോൾ ഈ രേഖകൾ വെളിപ്പെടുത്തിയ ഈ സംഘിക്കാരൻ കാണിച്ചത് മണ്ടത്തരമല്ലേ? അപ്പോൾ എന്തുമാത്രം ചിന്തയോടുകൂടെയാണ്, പ്രീ പ്ലാനോടുകൂടെയാണ് ഒരു ജാതി താൻ എന്ന് പറയാം പേര് ഒരു മുസൽമാൻ ആയതുകൊണ്ട് പുള്ളിക്കാരൻ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. എങ്ങനെയാണ് അവൻ ഒതുക്കുക? കാര്യം ഞാൻ സംഘിയാണ്, ഞാൻ ഇന്ന ആളാണ്, ആരാ മുസ്ലിം ആയതുകൊണ്ട് മറ്റൊരു പണി കൊടുക്കുക എന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടെയാണ് ഇവൻ ചെയ്തത്. ശ്രദ്ധിക്കണം, തെളിവുകളാണ് ജനത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ. ജനം മനാഫിനെ വെറുക്കണം, മനാഫ് ചെയ്ത് തെറ്റാണെന്നും സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ കാരണം അന്വേഷണം പോലും വഴിതെറ്റി പോകേണ്ടതാണ്. കാര്യം തിരച്ചിലേക്ക് അവസാനിച്ചിട്ട് ഈ മനാഫിലേക്ക് വരികയും അതോടുകൂടെ കുറ്റം അന്വേഷണം തീർത്തുകയും ചെയ്യും. ഒരു ദൈവം സഹായിച്ചെന്ന് വരാം. ഭാഗ്യത്തിന് ഈ മണ്ടത്തരം പറഞ്ഞ, ഈ വിവരക്കേട് പറഞ്ഞ ഇവൻ്റെ വാക്ക് ഗവൺമെൻറ് പോലീസ് അംഗീകരിക്കാതെ തികഞ്ഞ പുച്ഛത്തോടെ അവഗണിച്ചത് കൊണ്ടാണ് അവർ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത്. ഒരുപക്ഷെ ഇവൻ്റെ വാക്ക് കേട്ട് തിരച്ചിൽ അവസാനിപ്പിച്ചിട്ട് മനാഫിൻ്റെ പുറകെ പോയിരുന്നുവെങ്കിൽ അർജുന കിട്ടത്തില്ല. അതുകൊണ്ട് ഈ അന്വേഷണത്തെ അന്വേഷണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ച ഈ സംഘിയെ, ഇവൻ്റെ യൂട്യൂബ് ചാനലിനെയും ഇവനെയും അറസ്റ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ ബന്ധിച്ച് ഇതിനെതിരെ അന്വേഷണം ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് മനാഫിന് വേണേൽ ചെയ്യാം, ഇവനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാം. തന്നെ അപകീർത്തിപ്പെടുത്തിയത് കൊണ്ട്, തന്നെ വേദനിപ്പിച്ചത് കൊണ്ട്, തന്നെ പറ്റി അപവാദം പറഞ്ഞതുകൊണ്ട്, താനൊരു കൊള്ളക്കാരനാണെന്നും വേണമെങ്കിൽ അൽഖ്വയ്ദ, അതാണ് മനാഫ് പറഞ്ഞത്, എന്നെ ഒരു അൽഖ്വയ്ദ തീവ്രവാദിയെ പോലും കണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഈ മനാഫർ വാക്ക് ഇങ്ങനെയാണ്, എന്നറിയാവോ? ഞാൻ വീട്ടിൽ പോയിട്ടില്ല, ഞാൻ വീട്ടിൽ പോകാതെ ഈ ശിരൂരിനടുത്ത് ഒരു ഹോട്ടൽ റൂം വാടകയ്ക്കെടുത്തു. 1500 രൂപ ദിവസം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ വെച്ചാണ് ആഹാരം കഴിച്ചു എന്നാണ്. അത്രത്തോളം തീഷ്ണമായി സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയുവാൻ തോന്നി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും യൂട്യൂബ് ചാനൽ ചെയ്യാറുണ്ട്, പലരുടെയും തെറ്റുകൾ എടുത്തു പറയാറുണ്ട്. ശരിയാണ്, നമ്മൾ മനുഷ്യരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയുന്നതിൽ സത്യമുണ്ട്. പഠിക്കണോ? അപ്പോൾ ഇന്ന് വരെ കാണിച്ച തെളിവുകൾ ഇവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് ഇത് സംഭവിച്ചത്? അവൻ പറയുന്നത് കണ്ട് ഞാനേതോ അധികാരികളുടെ ഫോൺ സംസാരിച്ചത്. ഇവൻ ഒരു അധികാരം വിളിച്ചില്ല, കാര്യം ഇവനെ വിളിക്കാൻ ഒരു കോൺടാക്റ്റും ഇല്ല, ഇവനെ ഒരു ബന്ധവുമില്ല. ഈ സംഘിപുത്രനെ ഇവനെ ഒരു ബന്ധവുമില്ല. ഇന്നത്തെ വീഡിയോ കണ്ടോ? വീഡിയോ പറയുന്നത് കണ്ടോ? ഞാൻ പലരുമായി അധികാരികളുമായി സംസാരിച്ചു എന്ന്. ഏത് അധികാരി ഇരിക്കുന്നത്? അതുകൊണ്ട് ഇന്നിട്ട വീഡിയോ ആരും കാണരുത്. ആ വീഡിയോ ഇന്ന് എങ്ങനെയെങ്കിലും ഇനത്തിൽ ഒരു വെള്ള പൂശി പൊടിയിട്ടിട്ട് മനാഫ് നല്ലവനാണ്, മനാഫ് വലിയ സൽകീർത്തിക്കാരനാണെന്ന് മനാഫിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ. എന്നാലും പറയുന്നു ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാകും. പിന്നെ ഇവൻ്റെ വീഡിയോനെ കുറിച്ച് കണ്ടു, അവൻ്റെ കമൻറ്റ് കണ്ട മനസ്സിലാകും. അവൻ്റെ കൂടെയുള്ള സംഘിക്കൂട്ടന്മാരെല്ലാം നല്ല തെറി കൊടുക്കുന്നുണ്ട്. ആർക്കാം? ഈ RS ബൈജുവിന്. അവൻ്റെ കുറേ പേരൊക്കെ ഇറങ്ങിപ്പോയി, അവൻ്റെ ചാനൽ വിട്ട് കുറേ പേരൊക്കെ ഇറങ്ങിപ്പോയി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അവന് ഉദ്ബോധം കൊടുക്കുക. ഇനി വീഡിയോ ഇടുമ്പോൾ ആലോചിച്ചിടുക. ഒരാൾ തെറ്റു ചെയ്തു എന്ന് നല്ല ബോധ്യമില്ല എങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. ഇന്നലെ ഇവരും കാണിച്ച സകല തെളിവുകളും മണ്ടത്തരമാണെന്നും ഇതെല്ലാം ഇവൻ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള യൂട്യൂബ് നിഷ്പക്ഷമായി നിൽക്കാതെ ഒരു വശത്തെ മാത്രം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യൂട്യൂബ് ചാനലുകളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. മനാഫെ, ഗുഡ് സല്യൂട്ട്.